ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് താജ്മഹലിനെ കുറിച്ചുള്ള കുറച്ച് കാഴ്ചകളാണ്. ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യയിലുള്ള താജ്മഹൽ. അതിന് എല്ലാ ഇന്ത്യക്കാർക്കും അഭിമാനിക്കാവുന്നതാണ്. താജ്മഹൽ ഒരുപാട് ആളുകൾ വന്നിട്ട് എപ്പോഴും വർഷങ്ങളോളമായിട്ട് ആളുകൾ വന്ന് ഒരു ടൂറിസ്റ്റ് പ്ലേസായിട്ട് വിസിറ്റിംഗ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് താജ്മഹൽ. ഒരുപാട് രാജ്യങ്ങളിൽ നിന്നും ആളുകൾ വരും. എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് ആയിട്ട് കൂടുതലായിട്ടുള്ള തന്നെ ഉണ്ടാകും. ഹോളിഡേയ്സ് ദിവസങ്ങളിൽ അങ്ങനെ വരാൻ പറ്റുന്ന സമയങ്ങളിലൊക്കെ വിദേശ ആളുകളും അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നും തന്നെ പല ഭാഗങ്ങളിലായിട്ട് വിസിറ്റിംഗ് കാണാൻ വരുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് താജ്മഹൽ. വർഷങ്ങളായി ഇപ്പോഴും നിലകൊണ്ട് വരുന്നു. ആദ്യകാലഘട്ടത്തിലുള്ള ഭംഗിയും ആ ഒരു സൗന്ദര്യമൊക്കെ നഷ്ടപ്പെട്ട് മങ്ങലൊക്കെ ആയതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയെങ്കിൽ പോലും ഇപ്പോഴും ഇത് വളരെ സുന്ദരമായി തന്നെ എപ്പോഴും നിലനിന്നുകൊണ്ട് ഇരിക്കുകയാണ്. താജ്മഹലിൻ്റെ ഹിസ്റ്ററി, ഷാജഹാൻ ചക്രവർത്തി തൻ്റെ ഭാര്യയ്ക്ക് മുംതാസിന് വേണ്ടിയിട്ട് നിർമ്മിച്ചതാണ് താജ്മഹൽ എന്നുള്ളത് മാക്സിമം എല്ലാവർക്കും അറിയാവുന്നതാണ്. തൻ്റെ ഷാജഹാൻ ചക്രവർത്തി യുദ്ധത്തിന് പോകുമ്പോൾ കൂടെ മുംതാജ് മഹലും കൂടെ ഉണ്ടായിരുന്നു. യുദ്ധത്തിൽ വെച്ചിട്ടാണ് മുംതാസ് മരണപ്പെടുന്നത്. അപ്പോൾ ഗർഭിണിയായിരുന്നു. 17ാമത്തെ കുട്ടിക്ക് ജീവൻ നൽകി പ്രസവിച്ച ശേഷമാണ് പിന്നെ മരിച്ചു പോയത്. അങ്ങനെ തൻ്റെ ഭാര്യയോടുള്ള ഇഷ്ടം, മുംതാസിനോടുള്ള ഒരുപാട് വേറെയും തോന്നെ ഭാര്യമാരുണ്ടെങ്കിൽ പോലും മുംതാസിനോട് കൂടുതൽ ഇഷ്ടമായതുകൊണ്ടാണ് താജ്മഹൽ നിർമ്മിക്കാൻ ഷാജഹാന് തോന്നിയത്. അങ്ങനെ തൻ്റെ ഭാര്യയ്ക്കും വേണ്ടി നിർമ്മിച്ചതാണ് താജ്മഹൽ. അതിൻ്റെ വർക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതൊക്കെ ഉണ്ടാക്കിയതിൻ്റെ പണികൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ഭുതപ്പെട്ട് തന്നെ നമ്മൾ പോകും. എങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ ഇത്രമാത്രമുള്ള ഒരു അടിപൊളി ഒരു മഹൽ നിർമ്മിക്കാൻ കഴിയുക എന്നുള്ളത് അത്ഭുതം തന്നെയാണ്. അതിലൂടെ വന്ന് നിന്ന് ഇതിൻ്റെ കാഴ്ചകളും ഓരോ ഭാഗങ്ങളൊക്കെ നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതിൻ്റെ എൻട്രീൻ്റെ കവാടം തന്നെ ഒരു അത്ഭുതമാണ്. അത് കാണാൻ തന്നെ നമ്മൾ ചിലപ്പം ടൂറ് ആയിട്ട് പോകേണ്ടി വരും. എൻട്രി കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള ആ ലോങ് വ്യൂ താജ്മഹലിൻ്റെ ഡെഫിനറ്റായിട്ട് മറക്കാൻ പറ്റില്ല ആരെക്കൊണ്ടും. അത്രയ്ക്ക് സുന്ദരമായിരിക്കും. അവിടെ പോയി കണ്ടാലുള്ള അതിൻ്റെ ഭംഗി എന്താണെന്നും നമുക്ക് മനസ്സിലാവുള്ളൂ. അവരുടെ പ്രണയത്തിൻ്റെ ആഴവും നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ. ഇതിന് വേണ്ടി എത്ര ഫണ്ട് ആ കാലഘട്ടത്തിൽ നിർമ്മിച്ചിട്ടുണ്ടാകും. ഇത്ര ആളുകൾ പല സ്ഥലങ്ങളിൽ ഇറാനിൽ നിന്നും യമനിൽ നിന്നൊക്കെ ഓരോ ശില്പികളെ കൊണ്ടുവന്നിട്ടാണ് അതിനുള്ള ഖുർആൻ വചനങ്ങളൊക്കെ കൊത്തിവെച്ചിട്ടുള്ളത്. ഖുർആൻ വചനങ്ങൾ അതിനുള്ള എന്തോ സംവിധാനങ്ങൾ ഒരുക്കിയിട്ട് മാത്രമേ അത് ചെയ്തിട്ടുള്ളൂ. ഒരുപാട് വിദേശ സാധനങ്ങളും അതുപോലെ അതിന് വേണ്ട വെള്ളം ആവശ്യങ്ങളൊക്കെ തൊട്ടപ്പുറത്തോട് തന്നെ ഒഴുകുന്നതുകൊണ്ട് മാക്സിമം അതുകൊണ്ടായിരിക്കും എടുത്തിട്ടുണ്ടാകുക. വെള്ളം, അതുപോലെ തന്നെ അതിന് വേണ്ട സാധനങ്ങൾ, ഗ്രാനൈറ്റ് കല്ലുകൾ എല്ലാം ഓരോ സ്ഥലങ്ങളിലായി എത്തിച്ച് ഇത് ഒന്ന് പൂർത്തിയാക്കിയിട്ടുണ്ട്. വളരെ മനോഹരമായി തന്നെ ഇപ്പോഴും നിലകൊണ്ടിരിക്കുന്ന അത്ര ജനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ എൻട്രി പാസ് ആദ്യം വന്നിട്ട് പാസ് കുറവായിരുന്നു പൈസ, ടിക്കറ്റ്. ഇപ്പോൾ വന്നിട്ട് ആളുകൾ കൂടുന്നതിനനുസരിച്ച് ഇപ്പോൾ ടിക്കറ്റ് റേറ്റും മാക്സിമം സ്വാഭാവികമാണ്, എല്ലാം കൂടിക്കൊണ്ടിരുന്നതാണ്. ഇനിയും 5 വർഷം 10 വർഷം കഴിയുമ്പോൾ തന്നെ എന്തായാലും ടിക്കറ്റ് റേറ്റ് കൂടുക തന്നെ ചെയ്യുള്ളൂ. ഇനിയും ഇപ്പോൾ ഇനി ഫംഗ്ഷനുകളൊക്കെ വരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ആളുകൾ വരും, ഇതിൻ്റെ കാഴ്ച കാണാൻ വരും, ഉള്ളിലേക്ക് കയറും. ഉള്ളിലേക്ക് പോകുമ്പോൾ മുംതാസിൻ്റെ ഷാജഹാൻ്റെയും ഖബറും നിർമ്മിച്ചിട്ടാണ് അവിടെ മറവ് ചെയ്തിട്ടുള്ളത്. അത് കണ്ട് ഉള്ളിലേക്ക് ക്യാമറ അലൗഡില്ല.